الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ കടന്നു പോകേണ്ടുന്ന, ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ താണ്ടിക്കടക്കേണ്ട പ്രധാനപ്പെട്ട 10 രാജവീതികൾ, അത് മുഴുവനും അല്ലാഹു ഒരു ആയത്തിൽ പറഞ്ഞുതരാം. ഒന്ന് ഇസ്ലാമിൻ്റെതാണ്, മറ്റൊന്ന് ഈമാനിൻ്റെതാണ്, പിന്നെയുള്ളത് ഖുനൂത്തിൻ്റെതാണ്, മറ്റൊന്ന് സിദ്ഖിൻ്റെതാണ്, സബറിൻ്റെതാണ്, ഖുശൂഇൻ്റെതാണ്, തസദ്ദഖിൻ്റെതാണ്, സിയാമിൻ്റെതാണ്, അതുപോലെ ഹിഫ്ലുൽ ഫർജിൻ്റെതാണ്, അവസാനം പറഞ്ഞത് ദിക്റിൻ്റെതാണ്. നമ്മൾ ഓരോരുത്തരും നിലകൊള്ളേണ്ട, അല്ലെങ്കിൽ കടന്നു പോകേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇത് താണ്ടിക്കടന്നാൽ ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് മഗ്ഫിറത്തും അജ്റുൻ അളീമും ലഭിക്കുമെന്നാണ്. മഗ്ഫിറത്തും അജ്റുൻ അളീം, ഇത് രണ്ടും ലഭിക്കുമെന്നാണ്. എന്താണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് എന്നിങ്ങനെ തുടങ്ങുന്ന ആയത്തിലൂടെ റബ്ബ് പഠിപ്പിക്കുന്നത് എന്താ? നിശ്ചയമായും മുസ്ലിങ്ങളായ പുരുഷന്മാരും മുസ്ലിങ്ങളായ സ്ത്രീകളും, മുഅ്മിനുകളായ പുരുഷന്മാരും മുഅ്മിനുകളായ സ്ത്രീകളും, വൽഖാനിതീന വൽഖാനിതാത്ത്, അല്ലാഹുക്ക് ഖുനൂത്തിലുള്ള വിനയപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും, വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യവാന്മാരായവരും സത്യവതികളായവരുമായ പുരുഷന്മാരും സ്ത്രീകളും, അതുപോലെ വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമിക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും, വൽഖാശിഈന വൽഖാശിആത്ത്, അല്ലാഹുവിനെ ഭയമുള്ളവരായ പുരുഷന്മാരും സ്ത്രീകളും, വൽമുതസദ്ദിഖീന വൽമുതസദ്ദിഖാത്ത്, അല്ലാഹുക്ക് സദഖ നിർവഹിക്കുന്ന, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം പാലിക്കുന്ന, ധർമ്മം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും, വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്നവരായ, ഐച്ഛികവും നിർബന്ധവുമായ നോമ്പെടുക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും, വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത്, തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. അല്ലാഹു അക്ബർ കബീറ. ഇത്രയും കാര്യം, 10ഓളം കാര്യങ്ങൾ ഈ ആയത്തിൽ വിവരിക്കാൻ ഇമാം ബഗവി, ഈ ആയത്തിന്റെ വിവരണമായി ഇമാം ബഗവി നൽകിയ ഒരു തഫ്സീറാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്.
മഹാനായ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറായി അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് കാണാം. നന്മയുടെ കാര്യത്തിൽ അള്ളാഹു പുരുഷന്മാരെ മാത്രം പറയുകയും സ്ത്രീകളെ പറയാതിരിക്കുകയും ചെയ്യുന്നു എന്ന വിഷമം പ്രവാചകന്റെ ഭാര്യമാരായി നമ്മുടെ ഉമ്മമാർ പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന്. നമുക്ക് ഈ ആയത്തിൽ രണ്ട് കൂട്ടരും പരാമർശിക്കാം. തഫ്സീർ പ്രകാരമാണ് وذلك أن أزواج النبي صلى الله عليه وسلم قلنا يا رسول الله ذكر الله الرجال في القرآن ولم يذكر النساء بخير فما نذكر به إنا نخاف أن لا يقبل الله منا طاعة. കാരണം പ്രവാചക പത്നിമാർ പറഞ്ഞു, അള്ളാന്റെ റസൂലേ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പുരുഷന്മാരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് നല്ല രീതിയിൽ പരാമർശിച്ചിട്ടില്ല. فما فينا خير نذكر به إنا نخاف أن لا يقبل الله منا طاعة. എന്നിട്ട് പറയാണ് فأنزل الله هذه الآية. നമ്മളിൽ അഥവാ സ്ത്രീകളിൽ നമ്മളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടേണ്ട ഒരു നന്മയുമില്ല. ഞങ്ങൾ സ്വയം പേടിക്കുകയാണ്. എന്ത്? അള്ളാഹു നമ്മുടെ ത്വാഅത്തിന് അനുസരണത്തെ സ്വീകരിക്കില്ലെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഈ ആയത്തിറക്കിയതാണ്. ഇത് തന്നെ മറ്റ് സഹാബ വനിതകളെ സംബന്ധിച്ചും വരുന്നത് കാണാം. മുഴുവൻ വിശദീകരിക്കാൻ നമുക്ക് ഖുത്ബയുടെ സമയം പോരാ. ഈ ആയത്തിന്റെ പശ്ചാത്തലമായി ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നതാണ്. എന്നിട്ട് അതിന് താഴെ വളരെ ഹൃദ്യമായ ചില വാക്കുകൾ കൊടുക്കുന്നുണ്ട്. ആരാണെന്നറിയത്? താബിഈങ്ങളിൽ പ്രസിദ്ധനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അവിടുന്ന് മുതൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മുതൽ ഒരുപാട് സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച താബിഈങ്ങളിൽ ആദ്യത്തെ ഖർനിൽ, താബിഈങ്ങളിൽ ആദ്യ തലമുറയിൽപ്പെട്ട ഹിജ്റ 26 ജനിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്ത മഹാനായ അത്വാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ 10 കാര്യങ്ങൾ എന്താണ് അവിടുന്ന് പറയുന്നത്? ഒരാൾ കാര്യങ്ങൾ അള്ളാഹുവിങ്കിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനായി. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന ആയത്തിനെ വിവരിച്ചിട്ട് മഹാനായ അതാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു തആല അവിടുന്ന് പറയാണ്, ഒരാൾ സ്വന്തം കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനായി. ഖാല അതാ ഇബ്നു അബി റബാഹ് അദ്ദേഹം പറയാണ്, മൻ ഫവ്വദ അംറഹു ഇലല്ലാഹി അസ്സ വജൽ ഫഹുവ ദാഖിലുൻ ഫീ ഖൗലിഹി ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. തന്റെ കാര്യം അഥവാ സ്വന്തം കാര്യം, ഇത് കേൾക്കുന്ന എന്റെയും നിങ്ങളുടെയും കാര്യം സർവശക്തനായ അസ്സ വജൽ, എല്ലാറ്റിന്റെയും മീതെ, അർശിന്റെ മീതെ, ഫൗഖൽ അർശ്, അർറഹ്മാനും റഹീമും ഗഫൂറും വദൂദുമായ അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നവൻ അവൻ അല്ലാഹുവിന്റെ ഈ വചനത്തിൽ ഉൾപ്പെടുന്നു, വാക്യത്തിൽ ഉൾപ്പെടുന്നു. ഏതാണത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മുസ്ലിം പുരുഷന്മാരും തീർച്ചയായിട്ടും മുസ്ലിം സ്ത്രീകളും. അത് അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ? അതിനൊരു സംഭവം കാണാം വിശുദ്ധ ഖുർആനിൽ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നത്? സ്വന്തം കാര്യമാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിന്റെ 44-ാമത്തെ ആയത്തിൽ കാണാം മൂസാ നബിയുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നിടത്ത് എന്താണെന്നറിയോ? ഫസതദ്കുറൂന മാ അഖൂലു ലക്കും وأفوض أمري إلى الله إن الله بصير بالعباد. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വഴിയെ നിങ്ങൾ ഓർക്കും. എന്റെ കാര്യം, മൂസാ നബി പറയാണ്, എന്റെ കാര്യം അള്ളാഹുവിങ്കലേക്ക് ഏൽപ്പിച്ചു വിടുന്നു. തീർച്ചയായും അള്ളാഹു എന്റെ അടിയാന്മാരെ പറ്റി കണ്ടറിയുന്നവനാകുന്നു. ഇവിടെ മൂസാ നബി പറഞ്ഞ വാക്കെന്തറിയോ? ഈ ആയത്തിന്റെ ശരിക്കുള്ള തഫ്സീറാണ്. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്നു എന്നാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന തഫ്സീർ എന്താ വെച്ചാല്, വഉഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ വഅതവക്കലു അലല്ലാഹി വഅസ്തഈനുഹു വഉഖാതിഉകും വഉബാഇദുകും. ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കുകയും ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിന്റെ സഹായം തേടുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളുമായുള്ള ബന്ധത്തെ മുറിച്ചു കളയുന്നു, വിച്ഛേദിക്കുകയും നിങ്ങൾ അകറ്റി നിർത്തുകയും ചെയ്യുന്നതാണ്. ഈ ഒരു ഏൽപ്പിക്കൽ, ഈ ഒരു തവക്കുൽ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതിന്റെ അസ്ബാബുകൾ പൂർത്തീകരിച്ചിട്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നതിൽ ഉൾപ്പെടുമെന്ന മഹാനായ അതാ ഇബ്നു അബി റബാഹ്. എന്നിട്ട് അദ്ദേഹം പറയാണ് വീണ്ടും, ഇനി തൊട്ടായത്ത് എന്താ? തൊട്ട വരി എന്താ?
അദ്ദേഹം പറഞ്ഞു, ഇനി മുഅ്മിനീങ്ങളുടെ പട്ടികയിൽ സ്ഥാനം കിട്ടണോ? ഒരാൾ മുസ്ലിമീങ്ങളുടെ പട്ടികയിൽ സ്ഥാനം കിട്ടാനാണിത്. ഇനി ഒരാൾക്ക് മുസ്ലിങ്ങളുടെ ദർജ, മുഅ്മിനീങ്ങളുടെ ദർജയിൽ എത്തണോ? അദ്ദേഹം പറയാണ്, വമൻ അഖറ ബി അന്നല്ലാഹ റബ്ബുഹു വമുഹമ്മദൻ റസൂലുഹു വലം യുഖാലിഫ് ഖൽബുഹു ലിസാനഹു. അല്ലാഹു തന്റെ റബ്ബാണെന്നും മുഹമ്മദ് അവന്റെ ദൂതനാണെന്നും റസൂലാണെന്നും അംഗീകരിക്കുകയും ആ അംഗീകരിച്ച ഹൃദയമുണ്ടല്ലോ അത് തന്റെ നാവിന് വിരുദ്ധമാകാതിരിക്കുകയും ചെയ്യുന്നവൻ ഫഹുവ ദാഖിലുൻ ഫീ ഖൗലിഹി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും എന്ന അള്ളാഹുവിന്റെ വചനത്തിൽ അയാൾ ഉൾപ്പെട്ടു എന്നാണ്. എന്താണ് ഈ പറഞ്ഞത് അറിയോ? അള്ളാഹു റബ്ബാണ്, റസൂല് മുഹമ്മദ് നബി അവന്റെ റസൂലാണ് എന്ന് പ്രഖ്യാപിക്കുക. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുന്നത്? ഈ ദിക്ർ കൊണ്ട് സ്വർഗം നിർബന്ധാകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ അതിന്റെ ശറഹിലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഏതാണ് ദിക്ർ എന്നറിയോ? മൻ ഖാല റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിർ റസൂല എന്നൊരാൾ പറഞ്ഞാൽ വജബത് ലഹു അൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ്. മാത്രമല്ല ഈ ദിക്റിനെ സംബന്ധിച്ച് കാണാം, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ഒരാൾ ഷഹാദത്തുൻ നുബുവ്വ ചൊല്ലുമ്പോൾ ഇതൊരാൾ ചൊല്ലിയാൽ അയാൾക്ക് മഗ്ഫിറത്ത് ലഭിക്കുമെന്നാണ്. അതുപോലെ ഈ ദിക്ർ രാവിലെ 3 പ്രാവശ്യം ചൊല്ലിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചൊല്ലിയവന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മുഅ്മിനീങ്ങളുടെ പെടാത്ത വാക്കാണ്. മഹാനായ മുനൈദിർ, ആഫ്രിക്കക്കാരനാണ്, സ്വഹാബിയാണ്. മുനൈദിർ സ്വഹാബിയായ മഹാനായ സ്വഹാബി. അദ്ദേഹത്തെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാല ഇദാ അസ്ബഹ, ഒരാൾ രാവിലെ ഇങ്ങനെ പറഞ്ഞു, എന്ത്? റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ എന്നൊരാൾ പറഞ്ഞാൽ ഫഅന അസ്സഈമു ലിആഖുദ ബിയദിഹി ഹത്താ ഉദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുവരെ അവന്റെ കൈപിടിച്ച് നടത്തുന്ന നേതാവാണ് ഞാൻ എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മഹാനായ അതാ ഇബ്നു അബി റബാഹ് പറഞ്ഞ എന്ത്? അന്നല്ലാഹ റബ്ബു വ മുഹമ്മദൻ റസൂലു എന്ന് പറഞ്ഞാൽ അയാൾ മുഅ്മിനായി എന്ന്. ഇനി അദ്ദേഹം പറയാണ് മൂന്നാമത്തത്, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. ഒരാൾ ഖാനിതീങ്ങളിലും ഖാനിതാത്തുകളിലും ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ഫർളുകളിൽ അല്ലാഹുവിനെയും സുന്നത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കണം. അദ്ദേഹം ഉപയോഗിച്ച പദം ഒരു വല്ലാത്ത പദമാണ്. എന്താ അത് ഉപയോഗിച്ച പദം എന്നറിയോ? വമൻ അതാ അല്ലാഹ ഫിൽ ഫർൾ വറസൂല ഫിസ് സുന്ന, ആരെങ്കിലും ഫർളിൽ നിർബന്ധ കർത്തവ്യങ്ങളിൽ അല്ലാഹുവിനെയും സുന്നത്തിൽ റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ ഫഹുവ ദാഖിലുൻ ഫീ ഖൗലിഹി, അവൻ അല്ലാഹുവിന്റെ ഈ വാക്കിൽ ഉൾപ്പെടുന്നു. എന്താണത്? വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, അനുസരണമുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും എന്നാണ്. ഇവിടെ ഉപയോഗിച്ചൊരു പദം ഖാനിത്ത് എന്നാണ്. എന്താ ഖാനിത്ത് എന്ന് പറഞ്ഞാൽ ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയാണ് ഐ അൽ മുതൂലിഹി എന്നാണ്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. ജീവിതത്തിൽ ഒരു മുഅ്മിനിന് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണത്. ഞാനും നിങ്ങളും നിലനിർത്തി പോരേണ്ട ഒരു സ്വീകാര്യമായ ഒരു സംഗതിയാണത്. എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാൻ പറ്റാത്തൊരു വിഷയമാണത്. അള്ളാഹിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. എത്ര സ്ഥലത്താണ് ഇവിടെ ഒരു വാക്കുണ്ട് ഖനത്ത, ഖാനിത്ത്. എന്താണ് ഈ ഖനത്ത എന്ന് പറഞ്ഞാൽ? മഅന ഖനത്ത്, ഖനത്ത് എന്ന് പറഞ്ഞാൽ അതാ അല്ലാഹ വ ഖദഅ വ ഖശഅ ലഹു, അതാണ് ഖാനിത്ത് എന്ന് പറഞ്ഞാൽ. അവൻ അല്ലാഹുവിനെ അനുസരിച്ചു, അല്ലാഹുക്ക് കീഴ്പ്പെട്ടു, അവന്റെ മുമ്പാകെ താഴ്മയുള്ളവനായി, അല്ലെങ്കിൽ ദാഇമുത് ത്വാഅത്തി ലില്ലാഹി തആല, നിരന്തരം അല്ലാഹുക്ക് കീഴൊതുങ്ങുന്നവൻ, അല്ലാഹുക്ക് വഴിപ്പെടുന്നവൻ, അല്ലാഹുവിന്റെ മുന്നിൽ വിനയമാകുന്നവൻ. ഈ ഖാനിത്യങ്ങളിൽ ഉൾപ്പെടാൻ മഹാനായ അതാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, നിർബന്ധമുള്ള കാര്യങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, സുന്നത്തായ കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം എന്നാണ്. സുബ്ഹാനക അലി വിശാലമായ പദങ്ങളാണ്. ഇനി പ്രിയമുള്ളവരെ, ഒരാൾ അദ്ദേഹം പറയാണ്, ഒരാൾ നുണ പറയുന്നതിനെ സൂക്ഷിച്ചാൽ, ഒരാളെ ജീവിതത്തിൽ കളവ് പറയാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചാൽ. എത്ര സ്ഥലത്താ മനുഷ്യന്മാര് കളവ് പറയാം? പല കാര്യത്തിലും കളവ് പറയുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി, അപ്പൊ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് ടൗണില്, അപ്പൊ അയാൾ വിളിച്ചു, എവിടെ എത്തി? ഞാൻ എപ്പോ അവിടെ എത്തുന്നു? പച്ചക്കളവാണ്. ഇതെപ്പോ ഇറങ്ങി, അപ്പൊ എപ്പോഴും ഇറങ്ങി, കുറെ റേറ്റ് ഇറങ്ങിയിട്ട് ഏത് കുപ്പായം മാറ്റുന്നുള്ളപ്പോ. അതിനറിയോ, നിസ്കരിക്കുന്ന ആൾക്കാരെ പോലെ ഈ ശൈലിയാണ്. നമ്മൾ ചിലപ്പോ ഒക്കെ കണ്ടാൽ ഇപ്പൊ എന്തിനാ അങ്ങനെ പറഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ഞോന്റെ തൊള്ളികളിലൊക്കെ കേൾക്കണം എന്നാണ്.
പ്രിയമുള്ളവരെ, ഓന്റെ വായിലുള്ളത് കേൾക്കലാണ് ഈ കളവ് പറയുന്നതിനെ കടന്ന്. ഒരിക്കലും കളവ് പറയരുത്. എന്റെ മക്കളോട് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം കളവ് പറയുന്നത് ചില ആൾക്കാർ ചോദിച്ചാൽ ദീനിന്റെ കാര്യത്തിലെ പ്രശ്നമുള്ളൂ, ബാക്കി ദുനിയാവിന്റെ കാര്യത്തിലും പ്രശ്നം ഇല്ല. എവിടെയും കളവ് പറയാൻ പാടില്ല. ഇപ്പൊ എന്തേ അത് എഴുതാതിരുന്നു വെച്ചാൽ, എഴുതാതിരുന്ന എന്തേ ഹോംവർക്ക് ചെയ്യാതിരുന്നൊക്കെ ചോദിച്ചാൽ 100 കൂട്ടം കഥകൾ മെനയാൻ, സാങ്കല്പിക ലോകത്തേക്ക് പോകാൻ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നുണ പറയാന്നുള്ളത് ചിലപ്പോ ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായതുപോലെയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും നുണ പറയരുത്, കളവ് പറയരുത്. കളവ് പറയുന്നതിന് ഒരാൾ സൂക്ഷിച്ചാൽ, മഹാനായ താബിഅ അതാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി പറയാണ്, വമൻ സാന ഖൗലഹു അനിൽ കദിബി ഫഹുവ ദാഖിലുൻ ഫീ ഖൗലി വസ്സാദിഖീന വസ്സാദിഖാത്ത്. തന്റെ വാക്ക് കളവിൽ നിന്ന് സൂക്ഷിക്കുന്നവൻ അല്ലാഹുവിന്റെ ഈ വാക്കിൽ ഉൾപ്പെടും. ഏതാ? അല്ലാഹു പറഞ്ഞ 10 കൂട്ടത്തിൽ ഒന്നെന്താ? അസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധരായ പുരുഷന്മാരെയും സ്ത്രീകളെയും. ഇവിടെ നബി പറഞ്ഞൊരു വാക്ക് ഈ സന്ദർഭത്തിൽ പറയട്ടെ. കളവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വൈലുൽ ലില്ലദി യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൽ ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു. സംസാരിക്കുകയും ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുകയും ചെയ്യുന്നവന് നാശം, അവനാകുന്നു നാശം, അവനാകുന്നു നാശം എന്നാണ്. ഇത് വൈലിന്റെ ഒരു മാനാണ്. വൈലിന്റെ ഒരു മാൻ എന്താ? മഹാനാശം എന്നാണ്, നഷ്ടം എന്നാണ്. എന്നാൽ വൈലിന്റെ രണ്ടാമത്തെ മാൻ എന്താ? വാദിൻ ഫീ ജഹന്നം, നരകത്തിന്റെ ഒരു താഴ്വാരമുണ്ട്. അതിന്റെ പേരെന്താ? വൈലുൻ. അതാണ് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. എത്ര വൈലാണ് വിശുദ്ധ ഖുർആനിൽ, എത്ര വൈലാണ് ഹദീസുകളിൽ. ആ വൈൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് നാശം, നഷ്ടം. ഏതാണ് ഏറ്റവും വലിയ നഷ്ടം? വാദിൻ ഫീ ജഹന്നം, നരകത്തിന്റെ താഴ്വാരമുണ്ടാകും അവർക്ക്. ആർക്ക്? കളവ് പറയുന്നവർക്ക്. മാത്രല്ല അള്ളാന്റെ റസൂല് പറയണേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ കളവ് പറഞ്ഞാൽ ആ കളവ് അയാളെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. നരകത്തിലേക്കാണ് മക്കളെ. എന്നാലും ഒരാൾ സത്യം പറഞ്ഞാലോ, ഏത് പ്രതിസന്ധിയിലും സത്യമാണ് പറയുന്നതെങ്കിലോ ആ സത്യം അയാളെ കൊണ്ടുപോകുന്ന സ്വർഗത്തിലേക്കാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നബി പറഞ്ഞ വാക്കെന്നറിയോ? ഇന്ന സിദ്ഖ യഹ്ദീ ഇലൽ ബിർ. ഈ ഹദീസ് നമ്മള് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചാണ്, ധാരാളം കേൾക്കുന്നുണ്ടാവും. കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഉപയോഗിക്കണം. ഇന്നൽ ബിർറ യഹ്ദീ ഇന്ന സിദ്ഖ യഹ്ദീ ഇലൽ ബിർ. നിശ്ചയമായും സത്യം പറയൽ, സത്യസന്ധത, അത് മനുഷ്യനെ നയിക്കുന്നത് പുണ്യത്തിലേക്കാണ്. ഇന്നൽ ബിർറ, നിശ്ചയമായും ബിർറ, പുണ്യം, യഹ്ദീ ഇലൽ ജന്ന, അത് സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ്. എന്നാലും ഹത്താ യകൂന സുദ്ദീഖൻ, അവൻ ആരായി തീരും? അവൻ സുദ്ദീഖാകും. ആരാ സുദ്ദീഖ്? അബൂബക്കർ സുദ്ദീഖ്. ആരാ സുദ്ദീഖ്? മറിയം ബീവി. ആരാ സുദ്ദീഖ്? മഹാന്മാരായ പ്രവാചകന്മാർ. ആ ദറജയിലേക്കാണ് സത്യം പറയുന്നവർ കടന്നു പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാലേ തൽക്കാലം ഹോംവർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ, ടീച്ചർ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇമ്പോസിഷനിൽ നിന്ന് രക്ഷപ്പെടാൻ, വേറെന്തെങ്കിലുമൊക്കെ വർത്താനത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നുണ പറയുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിശ്ചയമായും കള്ളം മനുഷ്യനെ കൊണ്ടുപോകുന്നത് ഫുജൂർ, തമ്മാടിത്തത്തിലേക്ക്, നെറുകടിലേക്കാണ്. അയാൾ നരകത്തിലേക്കാണ് നയിക്കപ്പെടുക. വല്ലാഹുൽ മുസ്തആൻ. ഒരാൾ കളവ് പറഞ്ഞാൽ അയാൾ അല്ലാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെടുക കദ്ദാബൻ എന്ന നിലക്കാണ്. വളരെ ഗൗരവമാണ്, വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നുണ പറയരുത്, സാദിഖ്യങ്ങൾ ഉൾപ്പെടുത്തണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പ്രിയമുള്ളവരെ, അദ്ദേഹം പറയണം, ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മാർഗത്തിൽ, അമലു സ്വാലിഹാത്തിന്റെ മാർഗത്തിലും, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യത്തിലും, അതുപോലെ ആപത്തിലും ക്ഷമ കൈക്കൊണ്ടാൽ അവൻ സ്വാബിരീങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നതാണ്. നമുക്കൊക്കെ പലപ്പോഴും ഇല്ലാത്തൊരു സംഗതി അതാണ്. എന്താണ് അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നറിയോ? വമൻ സബറ അല ത്വാഅ, അള്ളാഹ്ക്കുള്ള ത്വമ കാണിക്കുന്നവർ, അതായത് ഒരു സാഹചര്യത്തിലും അള്ളാഹ്ക്കുള്ള അനുസരണത്തിൽ മാറി നിൽക്കാത്തവൻ, അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന, ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്നവൻ, അഥവാ മാസിയത്ത് കാണിക്കാത്ത, അവിടെ ക്ഷമിച്ചു നിൽക്കുന്നവൻ. കള്ളുടിക്കാനുള്ള അവസരമുണ്ട്, കുടിക്കണില്ല. തെറി പറയാനുള്ള അവസരമുണ്ട്, പറയണില്ല. നുണ പറയാനുള്ള അവസരമുണ്ട്, പറയണില്ല.
തമ്മാടിത്തം കാണിക്കാൻ അവസരമുണ്ട്, കാണിക്കുന്നില്ല. അങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്നവൻ അതുപോലെ റസിയത്ത്, ആപത്ത് നേരിടുന്നതിൽ ക്ഷമ കാണിക്കാം. അവരെ കുറിച്ച് അള്ളാഹു ഈ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയത് ക്ഷമിക്കുന്നവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും. അല്ലാഹു അക്ബർ. ക്ഷമ മഹത്തരമാണ്. ഇൽമ നേടുന്നിടത്ത് ക്ഷമ വേണം, ഇൽമ നേടാൻ ക്ഷമ വേണം, ആ ഇൽമ അമലാക്കാൻ ക്ഷമ വേണം, പ്രാർത്ഥിക്കുന്നിടത്ത് ക്ഷമ വേണം, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന ഒരു വിചാരത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ ക്ഷമ വേണം. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ക്ഷമ വേണം. ഏത് ഖുത്ബയിൽ അത് പൂർണ്ണമായി ശ്രദ്ധിച്ചിരിക്കാൻ, ഉറങ്ങാതെ ശ്രദ്ധിച്ചിരിക്കാൻ പോലും ക്ഷമ അനിവാര്യമാണ്. ഇത് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്, ബ്രാക്കറ്റിൽ വെച്ചാൽ മതി, ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. എന്ത് തൂങ്ങാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെക്കണം, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഉലമാക്കൾ പറഞ്ഞതൊക്കെ എഴുതിക്കൊണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ നിങ്ങൾ ഇരുന്ന് തൂങ്ങിയാ പിന്നെ എന്താ പേര് പ്രയോജനമുള്ളത്? നല്ല ക്ഷമ വേണം, കേട്ടിരിക്കാൻ, ആലോചിക്കാൻ, പഠിക്കാൻ നല്ല ക്ഷമ വേണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങള് ക്ഷമ മഹത്തരാണ്. ക്ഷമ കൊണ്ട് കിട്ടുന്ന മെച്ചെന്തറിയോ? ഞാൻ ആയത്ത് മാത്രം പറയാം, ഹദീസ് നമുക്ക് പലപ്പോഴും കിട്ടുന്നുണ്ട്, ആയത്ത് പലപ്പോഴും ശ്രദ്ധിക്കാറ് നമ്മള്. എന്താ ആയത്തെന്നറിയോ? അള്ളാന്റെ സവാബുല്ലാഹി ലഭിക്കുക സ്വാബിരിങ്ങൾക്കാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ സവാബ് കിട്ടാർക്കാണ്? ക്ഷമിക്കുന്നവർക്കാണ്. മഹാനായ കലീമുല്ലാഹി മൂസ, അദ്ദേഹത്തിന്റെ ചരിത്രമാണ് വല്ലാത്തൊരു ചരിത്രം. ഏറ്റവും കാലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടൊരു പ്രവാചകർ, അത്രയും ഫിത്ന നേരിട്ടൊരു പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 28-ാം അധ്യായം സൂറത്തു ഖസസിന്റെ 80-ാമത്തെ ആയത്തിൽ എത്തുന്നിടത്ത് അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയോ? വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ വലാ യുലഖാഹാ ഇല്ലസ് സാബിറൂൻ. ഇൽമ നൽകപ്പെട്ടിട്ടുള്ളവർ, അഹ്ലുൽ ഇൽം, അവര് പറഞ്ഞു നിങ്ങൾക്ക് നാശം. അവിടെ ഉപയോഗിച്ചതാണ് വൈലക്കും, നിങ്ങൾക്ക് നാശം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് കൂടുതൽ ഉത്തമം. എന്നിട്ട് പറയാണ് വമാ യുലഖാഹാ ഇല്ലസ് സാബിറൂൻ, ക്ഷമാശീലർക്കല്ലാതെ അത് നൽകപ്പെടൂല. ഏത്? സവാബുല്ലാഹ്, അള്ളാന്റെ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ്? സവാബുള്ള കിട്ടുന്നത് ക്ഷമാശാലികൾക്കാണ്. അള്ളാന്റെ ദീനില് ഈമാനും സൽക്കർമ്മത്തോടുകൂടി മഅസിയത്തുകൾ പ്രവർത്തിക്കാതെ ഉറച്ചു നിൽക്കുന്നവർക്ക്. കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല, 2-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞൊരു വാക്കെന്നറിയോ? വേറൊരു ഭാഗത്ത് വലിയുൻ ഹമീമിനെ കിട്ടുന്നതാണ്. അല്ലാഹു അക്ബർ. ക്ഷമിക്കുന്നവർക്ക് വലിയുൻ ഹമീമിനെ കിട്ടുന്നതാണ്. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിന്റെ 34-35 ആയത്തിൽ അല്ലാഹു പറയാണ് വലാ തസ്തവിൽ ഹസനതു വലാ സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അളീം. എന്താ പറഞ്ഞത്? അള്ളാന്റെ ഖുർആനിൽ അല്ലാഹു പറയാണ് നല്ലതും ചീത്തയും സമാവൂല. ഇല്ല, കള്ളും പാലും ഒരുപോലെ ആവൂല, കച്ചവടം പലിശ ഒരുപോലെ ആവൂല പ്രിയമുള്ളവരെ. ഇത് പറയാണ് ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. എന്താണ് അതിന്റെ മെച്ചെന്നറിയോ? അപ്പോൾ ഏതൊരുത്തിനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റബന്ധു എന്നോണമായി തീരുന്നു. വലിയുൻ ഹമീം. എന്നിട്ട് പറയാണ് ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. സ്വാബിര്യങ്ങൾക്ക് കിട്ടുന്നതാണ് വലിയുൻ ഹമീം. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം ലഭിക്കും. തഫ്സീറിൽ കാണാൻ ഞാൻ അത് മലയാളീകരിക്കാണ്. ജനങ്ങളിൽ നിന്നോട് മോശം പ്രവർത്തിക്കുന്നവരെ ഏറ്റവും നല്ല സ്വഭാവം ഗുണം കൊണ്ട് നീ പ്രതിരോധിക്കണം എന്നാണ്. അങ്ങനെയാണ്. അതല്ലേ ജാഹിലൂന ഖാലൂ സലാമാണ്. എത്ര ഉലമാക്കൾ പറഞ്ഞ ഇതാണെന്നറിയോ? ഒരു വിവരമില്ലാത്തവനോട് തർക്കിക്കാൻ പോരുന്നതാണ്. അതായത് ദീനെ കുറിച്ച് പോലും വലിയ പരിചയമില്ലാത്തവനോട് ഓനിങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം, ഓനെപ്പോഴും നന്നാക്കണം എന്നൽക്ക് തർക്കിക്കാൻ പോകേണ്ടതാണ്. കാരണം എന്താ അറിയോ? ഇതാണ് ഏറ്റവും വലിയ ജാഹിലെന്നാണ്. അത് ജാഹിലാണ്. പറഞ്ഞു കൊടുത്ത് മനസ്സിലാവില്ലെങ്കിലോ ഖാലൂ സലാമ. അങ്ങനെയാണ്, വളരെ കൃത്യമാണ്. ഇനി നോക്കി നിങ്ങള് അങ്ങനെ നല്ലത് കൊണ്ട് പ്രതിരോധിക്കണം എന്നാണ്. അപ്പൊ എന്താ മെച്ചെന്നറിയോ? അപ്പോൾ അവന്റെ തിന്മക്ക് നന്മ കൊണ്ട് നീ മറുപടി നൽകിയാൽ
മുൻകറിന് മഅറൂഫ് കൊണ്ട് മറുപടി നൽകിയാൽ മുമ്പ് ശത്രുത പുലർത്തിയിരുന്ന നീയും അവരും തമ്മിൽ എന്തോ സാഹചര്യത്തിൽ ചിലപ്പോൾ ആദർശാകാം, പലതും ആകാം, ഉറ്റബന്ധു പോലെയാകുന്ന അതിനെന്ത് വേണമെന്നറിയോ? ക്ഷമ അനിവാര്യമാണെന്ന്. ക്ഷമ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞുതരാണ്. ഇനി ഹദീസിന്റെ ലോകത്തോ അത് വിശാലമാണ്. ക്ഷമ കടുത്ത പ്രകാശമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയോ പ്രിയമുള്ളവരെ, അദ്ദേഹം പറയാണ്, ഒരാൾ വലതുവശത്തുള്ളവരെയും ഇടതുഭാഗത്തുള്ളവരെയും ശ്രദ്ധിക്കാതെ നിസ്കരിച്ചാൽ അവൻ ഹാശിയങ്ങളിൽ പെടുന്ന. ഇത് നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കും. എന്താ ഈ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും നോക്കാൻ നേരെ കൈകെട്ടി നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഓമൻ സല്ല ഓമൻ യഅരിഫ് വല യഅരിഫ് മൻ അൻ യമീനിഹി വഅൻ യസാരിഹി ഫഹുവ ദാഖിലുൻ വൽ ഖാശിഅത്ത്. തന്റെ വലതുവശത്ത് ആരാണെന്നും ഇടതുവശത്ത് ആരാണെന്നും അറിയാതെ ആരെങ്കിലും നിസ്കരിക്കണമെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഈ വാക്കിൽ ഉൾപ്പെടും. വൽ ഖാശിഈന വൽ ഖാശിആത്ത്, വിനയമുള്ള പുരുഷന്മാരും വിനയമുള്ള സ്ത്രീകളും. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഇവിടെ ഖാശിയങ്ങളും ഖാശിയാത്തുകളും എന്ന് പറഞ്ഞാൽ യഅനി അൽ മുതവാദിഈന ലില്ലാഹി ഫി സ്വലാ, വൽ ഖാശിയാത്ത് എന്ന് പറഞ്ഞാലും യഅനി അൽ മുതവാദിആത്ത് മിനൻ നിസാ ഫി സ്വലാ. നിസ്കാരത്തിലെ വിനീതരായി അള്ളാഹ്ക്ക് കീഴൊതുങ്ങി താഴ്മയോടുകൂടി നിസ്കരിക്കുന്ന പുരുഷന്മാർ, അതുപോലെ നിസ്കരിക്കുന്ന മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ദുർറുൽ മൻസൂറിൽ ഉദ്ധരിക്കുന്നതാണ്. അള്ളാഹിന്റെ മുമ്പാകെ വിനീതരായി നിസ്കരിക്കുന്നവർ. അതാണ് ഹദീത്തിൽ വന്നത്. എന്തറിയോ? നമുക്കൊക്കെ അറിയണ ഹദീത്തുണ്ട്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നതുപോലെ നീ ഇബാദത്ത് എടുക്കണം. അള്ളാഹു നിന്നെ കാണുന്നില്ലെങ്കിൽ പോലും, അള്ളാഹ് നിന്നെ കാണുന്നില്ല, പക്ഷെ നീ എന്ത് ചെയ്യണം? അള്ളാഹിനെ കാണുന്നത് പോലെ. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്. മൽ ഇഹ്സാൻ എന്ന ചോദ്യത്തിന് സമാനമായി അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അബൂ ഹുറൈറയെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് റിയാഓ സുംഅത്തോ യാതൊരു ഭൗതിക ലാഭേച്ഛയുമില്ലാതെ അള്ളാഹിന്റെ വജ്ഹ് മാത്രം. അതാണ് ഈ ആയത്തിൽ ഖാശിഈന വൽ ഖാശിയാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗുണങ്ങളൊക്കെ നേടിയെടുക്കുന്ന സ്വാലിഹീങ്ങളിൽ സാദിഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 34-ാമത്തെ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈകളിൽ ആദ്യത്തെ തലമുറയിൽപ്പെട്ട സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച മഹാനായ അത്താ ഇബ്നു റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഏതാനും ചില വാക്കുകളാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഒരാൾ ആഴ്ചയിൽ ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ എത്ര റുപ്യ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ എത്ര റുപ്യ ഉള്ളത്? ഇനി ഒന്നും അറിയാത്തൊരു മൊബൈലൊന്നും അടിച്ചു കൊടുത്താൽ മതി, ഗൂഗിളിൽ കറക്റ്റ് പറഞ്ഞു ഇപ്പത്തെ അപ്ഡേറ്റ് കണക്ക് കിട്ടും. ഒരു ദിർഹം ഒരാഴ്ചയിൽ ഒരാൾ ദാനം കൊടുത്താൽ അവൻ മുത്തസദ്ദിഖീങ്ങളിൽ ഉൾപ്പെടും, അഥവാ സദഖ നിർവഹിക്കുന്ന ആണിലും പെണ്ണിലും ഉൾപ്പെടുന്ന മഹാനായ അത്താ ഇബ്നു അബി റബാഹ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? വമൻ തസദ്ദഖ ഫീ കുല്ലി അസ്ബൂഇൻ ബിദിർഹമിൻ ഫഹുവ ദാഖിലുൻ ഫീ ഖൗലി വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത്. ആരെങ്കിലും ആഴ്ചയിൽ ഒരു ദിർഹം ദാനം ചെയ്താൽ അള്ളാഹുവിന്റെ ഈ വചനത്തിൽ അത് ഉൾപ്പെടും. ഏത്? ദാനം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും എന്നത്, അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും എന്നതിൽ ഉൾപ്പെടുന്നു. നോക്കൂ നിങ്ങള്, ദാനത്തിന്റെ മഹത്വം എത്ര വിശാല. ദുനിയാവിലും വെച്ചാണ്, ആഖിറത്തിലും വെച്ചാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്, ദാനത്തെ കുറിച്ച് പറയുന്നിടത്ത് ആഖിറത്തിലെ ഗുണമൊക്കെ നമുക്കറിയാം, പക്ഷെ ദുനിയാവ് കിട്ടുന്ന ഗുണം എന്താ? നമ്മളെ പള്ളിന്റെ മുറ്റത്ത് മാത്രമേ പെട്ടിയില്ലാത്തുള്ളൂ. ബാക്കി ഏകദേശം പള്ളിന്റെ മുറ്റത്തൊക്കെ ഒരു പെട്ടി ഉണ്ടാവും, ധർമ്മപ്പെട്ടി. ആ ധർമ്മപ്പെട്ടിയുടെ മേലെ എഴുതിച്ചിട്ടുണ്ടാവും ഹദീസ്, ദാനം ആപത്തുകളെ തടയുന്ന. ദുനിയാവ്, മറ്റേതോ ആഖിറാണ്. അത്ര മെച്ചാണ്. അപ്പോ 20 ദിർഹം ഒരു ദിർഹം ദാനം ചെയ്താൽ ആഴ്ച ദിവസം അയാൾ സദഖ നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടുമെന്നാണ്. എത്ര നമുക്ക് നൽകാൻ പറയുള്ളൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഒരാൾ അയ്യാമുൽ ബീദിൽ 3 ദിവസം നോമ്പ് വിട്ടാൽ അവൻ സ്വാഇമീങ്ങൾ ഉൾപ്പെടുമെന്നാണ്.
ومن صام في كل شهر أيام البيض الثالث عشر والرابع عشر والخامس عشر فهو داخل في قولي والصائمين والصائمات. എല്ലാ മാസത്തെയും 13, 14, 15 ദിവസങ്ങൾ അഥവാ വെളുത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യാമുൽ ബീദ്, ആ മാസത്തിലായാലും നോമ്പെടുത്താൽ ഈ പറഞ്ഞ നോമ്പ് നോൽക്കുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും എന്ന അള്ളാന്റെ വചനത്തിലായി ഉൾപ്പെടുമെന്നാണ്. ഇതിന് 2 വജ്ഹുണ്ട് എന്നാണ് ഇമാം ആവർത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഒന്ന് സൗമുൽ ഫർദ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫർദായ നോമ്പാണെന്നും, രണ്ടാമത്തത് ഷഹ്റു റമളാന വഖാലഹു ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ്. മുഫസ്സിറുകൾ വിശദീകരിക്കാൻ ഒന്ന് റമളാനിലെ നോമ്പിൽ പെടും, അല്ലാതെ അയ്യാമുൽ ബീദിലെ നോമ്പും അതിൽ പെടും. മൊത്തത്തിൽ നോമ്പ് കൊണ്ട് ഒരുപാട് ഗുണം നമുക്കറിയാം. ഒറ്റ നോമ്പുകൊണ്ട് കിട്ടുന്ന മെച്ചെന്താണ്? 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ അകറ്റി നിർത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അവസാനിപ്പിക്കുന്നിടത്ത് പറയുന്നത്, അതുപോലെ ഒരാൾ അയാളുടെ ജനനേന്ദ്രിയത്തെ, ലൈംഗികാവയത്തെ കാത്തു സൂക്ഷിച്ചാൽ, ഹറാമിൽ നിന്ന് സൂക്ഷിച്ചാൽ അവൻ അൽ ഹാഫിദുൽ ഫർജിൽ പെടുന്നതാണ്. എന്താണ്? വമൻ ഹഫിള ഫർജഹു അമ്മാ ലാ യഹില്ലു ഫഹുവ ദാഖിലുൻ ഫീ ഖൗലി വൽ ഹാഫിളീന വൽ ഹാഫിറൂജഹും വൽ ഹാഫിളാത്ത്. അനുവദനീയമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് തന്റെ ലൈംഗികാവയത്തെ സൂക്ഷിക്കുന്നവരെ അള്ളാഹുവിന്റെ ഈ വാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്, തങ്ങളുടെ ലൈംഗികാവയങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളിലും എന്നതിൽ. ഇവിടെ എന്താണ് വൽ ഹാഫിളീന ഫുറൂജഹും എന്ന് പറഞ്ഞാൽ? ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അനി സിനാ വ മുഖദ്ദിമാത്ത്, സിനയും സിനയുടെ മുഖദ്ദിമാത്തുകളും. എന്നങ്ങനെ പറഞ്ഞെന്താ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അൽ ഐനാനി തസ്നിയാൻ വൽ യദാനി തസ്നിയാൻ വൽ റിജ്ലാനി തസ്നിയാൻ വൽ ഫർജു യസ്നി. 2 കണ്ണിന് വ്യഭിചാരമുണ്ട്, എന്താ? കാണലാണ്. ചെവിക്ക് വ്യഭിചാരമുണ്ട്, എന്താ? കേൾക്കലാണ്. പിന്നെയോ കയ്യിന് വ്യഭിചാരമുണ്ട്, എന്താ? സ്പർശനമാണ്. കാലുകൊണ്ട് വ്യഭിചാരമുണ്ട്, അതെന്താ? അതിലേക്ക് നടക്കലാണ്. അവസാനമാണ് ലൈംഗികാവയത്തിന്റെ വ്യഭിചാരം. ഇതാണ് ഇമാം സഅദി പറഞ്ഞത്. സിനയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്കുള്ള വാതിലുകളുമെന്ന്. നോട്ടം, കേൾവി, സ്പർശനം എല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ എനിക്ക് മക്കളോട് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ്, എല്ലാവരോടും പറയാനുള്ളത്. എന്നോട് പറയുന്നത് തൊട്ടും അന്യ പുരുഷന്മാരെ തൊട്ടും നമ്മുടെ കണ്ണിനെ നമ്മൾ താഴ്ത്തണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നിടത്ത് ആ ഭാഗം വല്ലാത്തൊരു വാക്കാണ്. ഇവിടെ മുഫരിദീങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, മുഫരിദുകൾ മുൻകടന്നു. അതാര നബി? അള്ളാഹനെ ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. ഈ മുഫരിദീങ്ങളിൽ എന്തുപെടും, അല്ലെങ്കിൽ ഈ ദാക്കിര്യങ്ങൾ എന്തുപെടും? അദ്കാറുകൾ നടത്തുന്നവരൊക്കെ പെടും. രാവിലെ വൈകുന്നേരത്തും എല്ലാ സമയത്തുള്ള അദ്കാറുകൾ. രണ്ടാമത്തെ വിഷയമാണ് ഇവിടെ പ്രധാനം. 5 നേരത്തെ നിസ്കാരം അതിനോടുള്ള ഹുഖൂഖുകളോടുകൂടി, അതാ അതിന്റെ ഷർത്തും വാജിബും സുന്നത്തൊക്കെ പാലിച്ചിട്ട് ഒരാൾ നിസ്കരിച്ചാൽ, അതിന്റെ തുമഇനീനത്തോടു കൂടി നിസ്കരിച്ചാൽ അവൻ ദാക്കിര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. വമൻ സല്ല സ്വലവാത്തിൽ ഖംസ് ബിഹുഖൂഖിഹാ ഫഹുവ ദാഖിലുൻ ഫീ ഖൗലി വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറ. അർഹമായ അവകാശത്തോടെ 5 നേരത്തെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നവൻ അള്ളാന്റെ ഈ വചനത്തിൽ ഉൾപ്പെട്ടു. എന്ത്? അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. അല്ലാഹു അക്ബർ കബീറ. ഈ ആയത്തിനെ വിവരിക്കുന്നത് ഇമാം ആവർത്തി പറയാണ്. ഇമാം നഖാഷ് പ്രമുഖ മുഫസ്സിറാണ്, ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹത്തെ തൊട്ട് അൽ മുസല്ലീന വൽ മുസല്ലിയാത്ത്, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറ എന്ന് പറഞ്ഞ തഫ്സീർ അൽ മുസല്ലീന വൽ മുസല്ലിയാത്ത്, നിസ്കരിക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും. വല്ലാത്തൊരു വാക്കാണ്, വല്ലാത്തൊരു വാക്കാണ്. നബി പറഞ്ഞൊരു വാക്ക് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇദാ ഐഖള റജുലു ഇംറഅതഹു മിനൽ ലൈൽ ഫസല്ലയ റകഅതൈൻ കുതിബ തിൽകൽ ലൈലത മിനൽ ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അടക്കം ഉദ്ധരിക്കുകയാണ്. ഒരാൾ തന്റെ ഭാര്യയെ രാത്രിയിൽ വിളിച്ചുണർത്തി കേട്ടോ. അവർ 2 റക്അത്ത് നിസ്കരിച്ചു. രാത്രിയിൽ ഭാര്യനെ വിളിച്ചുണർത്തി 2 കൂടി നിസ്കരിച്ചു, അല്ലെങ്കിൽ 2 വെവ്വേറെ നിസ്കരിച്ചു. ഷറഹിൽ അങ്ങനെ കാണാം. അങ്ങനെ നിസ്കരിച്ചാൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കൂട്ടത്തിൽ അവരുടെ നിസ്കാരം രേഖപ്പെടുത്തപ്പെട്ടു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ത്? അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമാ. ഇങ്ങനെ എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ 10ഓളം കാര്യങ്ങൾ സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളെയും കുറിച്ച് അല്ലാഹു തആല പറയുന്നത് അവർക്ക് പരലോകത്ത് മഹത്തായ പ്രതിഫലം, അതായത് സ്വർഗം അവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അവന്റെ മഗ്ഫിറത്തും കൂടെ തന്നെയുണ്ടെന്ന്. അപ്പൊ റബ്ബിന്റെ മഗ്ഫിറത്തും അവന്റെ സ്വർഗവും ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട 10ഓളം കാര്യങ്ങളാണ് മഹാനായ ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത്. അതാ ഇബ്നു അബി റബാഹിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പാലിച്ച് റബ്ബിന് തൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ.
അള്ളാഹുവിനും അവന്റെ റസൂലിനും തഅത്തിലായി ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മാനസിക ശാരീരിക വിഷമതകളിൽ നിന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.